നമസ്കാരം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി, ഏതൊക്കെ തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് ആണ് ഉള്ളതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഒരു കാറ്റഗറിയായ ഡിസ്ഗ്രാഫിയയെ കുറിച്ചിട്ടാണ്. എൻ്റെ പേര് മീനു, ഹീലിയസ് ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്ററിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എഴുതാനുള്ള വൈകല്യം എന്നാണ്. ഡിസ്ഗ്രാഫിയ ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. പല കുട്ടികളിലും പാരന്റ്സ് പറയുന്നതാണ്, കുട്ടിക്ക് എഴുതുമ്പോൾ കൈ വേദന എടുക്കുക, കറക്റ്റായിട്ട് എഴുതുന്നില്ല, അക്ഷരതെറ്റുകൾ വരിക, ഗ്രാമർ മിസ്റ്റേക്ക് വരിക, എഴുതുമ്പോൾ ലൈൻ തെറ്റി പോവുക, ചെരിഞ്ഞു പോവുക, അങ്ങനെയുള്ള കുറേ കംപ്ലൈൻസ് ഒക്കെ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി അതായത് ഡിസ്ഗ്രാഫിയയുടെ ഒരു സിംറ്റംസ് ആണ്. ഡിസ്ഗ്രാഫിയ എഴുത്തിലുള്ള ഒരു വൈകല്യമാകാം, അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതി ഫലിപ്പിക്കാൻ കഴിയാതെ വരിക. ആശയങ്ങൾ എങ്ങനെയാണ് ഒരു ബുക്കിലേക്ക് നമുക്ക് എഴുതേണ്ടത്, മനസ്സിൽ കുറെ ആശയങ്ങളുണ്ട്, എന്നാൽ നമുക്കത് കറക്റ്റായിട്ട് എഴുതി ഫലിപ്പിക്കാനായിട്ട് പറ്റാണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ കമ്പ്യൂട്ടറിലായാലും നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റാണ്ടിരിക്കുക. ഇതും ഡിസ്ഗ്രാഫിയയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി ഡിസ്ഗ്രാഫിയുള്ള കുട്ടികളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ഡിസ്ഗ്രാഫിയുള്ള കുട്ടികൾ സ്ലോ ആയിട്ടായിരിക്കും എഴുതുക. മറ്റുള്ള കുട്ടികൾ എഴുതുന്നതിനേക്കാളും വളരെ സ്പീഡ് കുറവായിരിക്കും. ഇങ്ങനെ സ്പീഡ് കുറവായതുപോലെ തന്നെ അവർക്ക് എഴുതുമ്പോൾ ഭയങ്കര സ്ട്രെസ് ചെയ്തിട്ട് അവർ എഴുതും. അപ്പൊ അവർക്ക് കയ്യിലൊക്കെ പെയിൻ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത്തരത്തിൽ പെയിൻ വരാനുള്ള കാരണം അവർക്ക് പെൻസിൽ ഗ്രിപ്പ് കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കില്ല. അതായത് നമ്മൾ ട്രൈപോഡ് ഗ്രിപ്പ് എന്ന് പറയും. 3 വിരൽ വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് പെൻസിലായാലും തേങ്ങയിലും പിടിച്ച് നമ്മൾ എഴുതുക. ഇവർക്ക് ഈ ട്രൈപോഡ് ഗ്രിപ്പ് കുറവായത് മൂലം തന്നെ ഇവർ നന്നായിട്ട് ബലം പ്രയോഗിച്ചിട്ട് എഴുതും. അപ്പോൾ അവരുടെ ഫിംഗേഴ്സിന് നന്നായിട്ട് വേദന വരാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെ ബലം പ്രയോഗിച്ച് എഴുതുന്നത് മൂലം തന്നെ അവർക്ക് കറക്റ്റായിട്ട് ഒരു ലെറ്റർ ഫോർമേഷന് ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അതായത് മനസ്സിലൊരു കാര്യം ഉണ്ടായിരിക്കും, നമ്മളിപ്പോൾ ഒരു സ്പെല്ലിങ് പറയുകയാണ് അല്ലെങ്കിൽ ഒരു വേർഡ് നമ്മൾ പറയുകയാണ്, അവർക്ക് ആ വേർഡിന്റെ സ്പെല്ലിങ് കറക്റ്റായിട്ട് മനസ്സിലുണ്ടായിരിക്കാം, പക്ഷെ അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള ഒരു ഇതുണ്ടായിരിക്കില്ല അവർക്ക്. പിന്നീട് കണ്ടുവരുന്നതാണ് അവർക്ക് സ്ട്രൈറ്റ് ആയിട്ട് എഴുതാൻ കഴിയാതെ വരിക. അതായത് ഒരു വരട്ട പുസ്തകത്തില് മാർജിൻ ഫോളോ ചെയ്തിട്ട് അവർക്ക് എഴുതാൻ പറ്റില്ല. മാർജിൻ ഉണ്ടായിരിക്കും, പക്ഷെ ആ മാർജിനോട് ചേർന്നിട്ടായിരിക്കില്ല അവർ എഴുതുക. അവർക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും എഴുതുക. വരയുള്ള ബുക്കിൽ കറക്റ്റായിട്ട് ആ വരമ്മ കൂടെ എഴുതാനായിട്ട് പ്രയാസം കാണാം. ഇപ്പൊ വരയില്ലാത്ത പുസ്തകങ്ങൾ കൊടുക്കുകയാണെങ്കിലും കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റില്ല. അതിലും അവർ ചരിച്ചിട്ടായിരിക്കും എഴുതുന്നത്. ഡിസ്ഗ്രാഫിയുള്ള കുട്ടികളിൽ സെന്റൻസ് സ്ട്രക്ചർ ഫോം ചെയ്യാനും ബുദ്ധിമുട്ട് കാണാം. മനസ്സിലൊരു ആശയം ഉണ്ടെങ്കിൽ അതെങ്ങനെ സെന്റൻസ് ആയിട്ട് എഴുതണം എന്നും ഇവരിൽ കണ്ടുവരുന്നുണ്ട്. നമുക്ക് ഈ ഡിസ്ഗ്രാഫിയ എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും നമ്മൾ 5 വയസ്സിന് ശേഷമുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ വിട്ടു തുടങ്ങുക, കൂടുതലായിട്ട് അക്കാഡമിക്സ് പഠിച്ചു തുടങ്ങുമ്പോഴാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എഴുതുന്ന കുട്ടികൾക്കായാലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്നല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ്. പിന്നീട് കാണുന്നതാണ് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും മിക്സ് ചെയ്തിട്ട് എഴുതും. ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റലും ബാക്കിയുള്ള നമ്മൾ സ്മോൾ ലെറ്റേഴ്സിലാണ് എഴുതുക. അപ്പോൾ ഇവർക്ക് അത് എങ്ങനെയാണെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരു വേർഡിൽ തന്നെ പകുതി ക്യാപിറ്റലും പകുതി സ്മോൾ ലെറ്റർ ആയിട്ടും എഴുതുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് കാണുന്നതാണ് സെന്റൻസോ വേർഡ് എഴുതുമ്പോൾ വളരെ വലിയ സൈസിൽ ഇവർ എഴുതും, അല്ലെങ്കിൽ തീരെ ചെറുതാക്കിയിട്ട് എഴുതും. അതായത് മറ്റുള്ളവർക്ക് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് വായിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കാണും. ഒരു നീറ്റ്നെസ് ഇല്ലാതെ ആയിരിക്കും ഇവര് എഴുതുന്നത്. പിന്നെ കാണുന്നതാണ് ഇവര് എഴുതുമ്പോൾ അതിൽ പല അക്ഷരങ്ങളും വിട്ട് കളയും, അല്ലെങ്കിൽ ഇല്ലാത്ത അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതും. നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിന്റെ കൂടെ ഏതെങ്കിലും വേറെ ലെറ്റർ കയറ്റി എഴുതുക, അല്ലെങ്കിൽ ഒരു വേർഡ് തന്നെ ആഡ് ചെയ്തിട്ട് എഴുതുക, അങ്ങനെയുള്ള മിസ്റ്റേക്കുകളും ഇവരിൽ കണ്ടുവരുന്നുണ്ട്. പിന്നീടാണ് മിറർ റൈറ്റിംഗ് അല്ലെങ്കിൽ റിവേഴ്സൽ ഓഫ് ലെറ്റേഴ്സ്. അതായത് അക്ഷരങ്ങൾ തല തിരിച്ച് എഴുതുക, അതിന് നമ്മൾ മിറർ റൈറ്റിംഗ് എന്ന് പറയാം. നമ്മൾ ബി എഴുതുമ്പോൾ തല തിരിച്ച് ബി എഴുതുക, ടി എഴുതുമ്പോൾ ടി തല തിരിച്ച് എഴുതുക, അങ്ങനെയുള്ള മിസ്റ്റേക്കുകളും നമ്മൾ ഡിസ്ഗ്രാഫിയുള്ള കുട്ടികളിൽ കണ്ടുവരുന്നു. ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ കുട്ടികളിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവരുടെ നോട്ട്ബുക്ക്, അസൈൻമെന്റ്സ്, പ്രൊജക്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എല്ലാവരിലും കാണുന്ന മിസ്റ്റേക്സ് അല്ല എന്ന്. ആയിരിക്കാം, പക്ഷേ വല്ലപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്ക് മാത്രം ഇങ്ങനത്തെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാണുകയാണെങ്കിൽ കുഴപ്പമില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ എല്ലാ നോട്ട്ബുക്കിലും, എല്ലാ പ്രൊജക്ട്, അസൈൻമെന്റ്, സെമിനാർ, ഇവരെഴുതുന്ന എല്ലാ വർക്കിലും ഇത്തരത്തിലുള്ള മിസ്റ്റേക്സുകൾ കാണുന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസ്ഗ്രാഫി ആയിട്ട് കണക്കുകൂട്ടാവുന്നതാണ്.
ഈ പറഞ്ഞ ഏതെങ്കിലും സിംറ്റംസ് നിങ്ങളുടെ മക്കളിൽ കാണുന്നുണ്ടെങ്കിൽ, ഡിസ്ഗ്രാഫിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സിംറ്റംസ് നിങ്ങളുടെ മക്കളിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുമായി സമീപിക്കാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഹീലിയസ് ന്യൂറോ റിഹാബിലിറ്റേഷൻ സെന്ററുമായി സമീപിക്കാം.